പ്രിയപ്പെട്ടവരെ, സഹോദരൻ അയ്യപ്പൻ എന്ന മനുഷ്യൻ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കേരളം ഇന്ന് പ്രബുദ്ധ കേരളമെന്ന് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്ഥലമാകില്ലായിരുന്നു എന്ന് ഉറപ്പാണ്. തൻ്റെ ജീവിതം കൊണ്ട് ഒരു നാട്ടിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ച മനുഷ്യർ ലോക ചരിത്രത്തിൽ അപൂർവമാണ്. അങ്ങനെയുള്ള മനുഷ്യരെ നാം മഹാന്മാരെന്ന് വിളിക്കും. ഈ മഹാപുരുഷന്മാരുടെ ജീവചരിത്രം പരിശോധിക്കുന്ന സമയത്ത് അതിൽ കയറ്റിറക്കങ്ങളുണ്ടാകും, ഉദ്യോഗജനകമായ നിമിഷങ്ങളുണ്ടാകും, പീഡാനുഭവങ്ങളുണ്ടാകും, പോരാട്ടത്തിൻ്റെ വീരസ്മരണകളുള്ള മുഹൂർത്തങ്ങളുണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ ഒരു വിജയ് പടം പോലെ ആയിരിക്കും മഹാന്മാരുടെ ജീവചരിത്രം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു കരുതൽ, തോന്നൽ. അതിൽ നിന്നും വ്യത്യസ്തമായി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം പരിശോധിച്ചാൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ കുറവാണ്. യുദ്ധങ്ങളില്ല, ജയിലിൽ പോയ കഥകളില്ല, ആരെങ്കിലും കൊന്ന ചരിത്രമില്ല, കൊല്ലപ്പെടാൻ നോക്കിയ ചരിത്രമില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ തരത്തിലുള്ള കയറ്റിറക്കങ്ങളോ ഉദ്യോഗങ്ങളോ ഇല്ലാത്ത ഒരു ജീവിതം. അത് പി കെ ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. സഹോദരനൊരു മഹാവിപ്ലവകാരിയായിരുന്നു എന്ന് ഞാനിവിടെ പറയുമ്പോൾ, അഥവാ നിരവധി ആളുകൾ ഇവിടെ പറയുമ്പോൾ, അങ്ങനെ മുൻപും ധാരാളം ആളുകൾ സംസാരിക്കുമ്പോൾ പലരും ചോദിച്ചിട്ടുള്ള ചോദ്യം സഹോദരൻ്റെ ജീവിതത്തിൽ എന്താണ് ഉള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ചലച്ചിത്രത്തിലെ വീരനായകനായി സഹോദരനെ അവതരിപ്പിക്കാൻ തക്ക ജീവചരിത്രത്തിൽ എന്ത് ഉദ്യോഗഭരിതമായ മുഹൂർത്തങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ, സഹോദരൻ്റെ ആദ്യത്തെ പൊതുപ്രവർത്തനത്തിലേക്കുള്ള വരവ് മുതൽ അദ്ദേഹം സാധാരണ പോലെ ഒരു പ്രത്യേക പ്രായത്തിന് ശേഷം തൻ്റെ വാർദ്ധക്യമായ സമയത്ത് ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് സാധാരണ വീട്ടിൽ ജീവിതം നയിച്ച കാലം വരെ ഉള്ള ജീവിതത്തിൽ ഇത്തരം മുഹൂർത്തങ്ങളില്ല. ഇത്തരത്തിൽ നമുക്ക് ഉദ്യോഗഭരിതമായി വരച്ച് കാണിക്കാൻ സാധിക്കുന്ന, ഒരു സിനിമയാക്കാൻ സാധിക്കുന്ന തരം ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിലില്ല. പക്ഷേ സഹോദരൻ ചെയ്തതിൽ വലിയ വിപ്ലവമൊന്നും കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിന്താപരമായി, പ്രവൃത്തിപഥത്തിൽ ഈ രണ്ട് വഴിയിലും കേരളത്തെ മാറ്റിമറിച്ച ഏറ്റവും വലിയ ദൈക്ഷണികൻ സഹോദരനാണ്. കേരളം 20-ാം നൂറ്റാണ്ടിൽ പുതിയ ആശയങ്ങൾ കേട്ടതും പുതിയ ആശയങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്നതും സഹോദരനിലൂടെയാണ്. കൊച്ചി എന്ന് പറയുന്ന രാജ്യത്ത് കൊച്ചിയെയും തിരുവിതാംകൂറിനെയും തമ്മിൽ വേർതിരിക്കുന്ന കൊതിക്കല്ല് കിടക്കുന്ന ഒരു പറമ്പിൻ്റെ ഓരത്തുള്ള ഒരു സാധാരണക്കാരനായ ഒരാളുടെ വീട്ടിൽ ജനിച്ച, അന്നത്തെ നിലയ്ക്ക് സാമാന്യം നല്ല വീടാണെന്ന് പറയാം, എങ്കിലും അങ്ങനെ ജനിച്ച ഒരു സഹോദരൻ, കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ നായകരായി ഇറങ്ങി വന്ന പലരെയും പോലെ വലിയ സമ്പന്നമായ ഒരു ചരിത്രത്തും സഹോദരനില്ല, ഒരു കുടുംബ പശ്ചാത്തലം സഹോദരനില്ല. തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും അദ്ദേഹത്തിന് കടം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. വലിയ സമ്പത്തുള്ള ഒരാളായിരുന്നില്ല സഹോദരൻ. എങ്കിലും തീർത്തും ദരിദ്രമായ പശ്ചാത്തലം എന്ന് വിശേഷിപ്പിക്കാനും വയ്യ, ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി. ആ വ്യക്തി തൻ്റെ വിസ്ഫോടനാത്മകമായ ചിന്തകൾ കൊണ്ട്, കേവലം ചിന്തിക്കുക, എഴുതുക, പ്രസംഗിക്കുക എന്നുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, അത് പ്രവൃത്തിയിൽ വരുത്തുന്ന കാര്യത്തിൽ സഹോദരൻ മുന്നിട്ടിറങ്ങി നടത്തിയ പോരാട്ടങ്ങൾ, സഹോദരൻ ഒരിക്കലും അണികളെ രക്തസാക്ഷികളാക്കാനോ ജയിലിലേക്ക് പറഞ്ഞയക്കാനോ ശ്രമിച്ചിട്ടുള്ളൊരു നേതാവായിരുന്നില്ല എന്ന് സഹോദരനെ പറ്റി പറയുന്ന പലരും പറയാറുണ്ട്. സഹോദരൻ പലപ്പോഴും മിതമായ ബലം പ്രയോഗിക്കുന്ന, മിതമായ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ സഹോദരൻ്റെ പ്രവൃത്തി അത്രയും അതിതീവ്രമായ ഒന്നാണ്. സഹോദരൻ ഒരു തീവ്ര ചിന്താഗതിക്കാരനാണ്, ഒരു തീവ്രവാദിയാണ് എന്നാണ് അന്ന് എല്ലാവരും തന്നെ, യാഥാസ്ഥികരായ എല്ലാവരും തന്നെ ധരിച്ചു വച്ചിട്ടുള്ളത്. ഞാൻ ദീർഘമായി ആമുഖം പറഞ്ഞത്, സഹോദരൻ്റെ ജീവിതം നമ്മളെ എങ്ങനെ സ്വാധീനിച്ചു എന്നറിയണമെങ്കിൽ ആ കാലത്തെ കേരളത്തിൻ്റെ ചരിത്രത്തോട് ചേർത്ത് നിർത്തി വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് സഹോദരനെ മനസ്സിലാവൂ. അതല്ലാതെ സഹോദരൻ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിലെന്ത് അത്ഭുതമെന്ന് തോന്നും. യാതൊരു അത്ഭുതവുമില്ല. നാം ദൈനംദിനം ചെയ്യുന്ന ജീവിതത്തിൽ
തികച്ചും സ്വാഭാവികമായ രീതിയിൽ ഒരു മലയാളിയുടെ ജീവിതത്തോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആശയാവലികളും സത്യത്തിൽ ഈ കേരളത്തിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ച് നമ്മളെ ആ വഴിയിലൂടെ നടത്തിയ ഒരു വലിയ വ്യക്തിയാണ് സഹോദരൻ തൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നു. അപ്പോൾ വീട്ടിലത്യാവശ്യം സാമ്പത്തികമായി ഒരു ഉയർന്ന നിലയിൽ പഠിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ട് എന്ന് പറയാൻ വയ്യ. എങ്കിലും ഭാഗത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു വസ്തുവിൻ്റെ മൂല്യം കണക്കാക്കി അതുമായി ബന്ധപ്പെട്ട ഒരു തുക സഹോദരനെ പഠിപ്പിക്കാനായിട്ട് വീട്ടുകാർ മാറ്റിവെക്കുകയാണ്. അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട് മുമ്പേ തന്നെ. സഹോദരൻ ആ നാട്ടിൽ ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹവും മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സഹോദരൻ്റെ അടുത്ത് അദ്ദേഹം സന്യാസി തുല്യമായൊരു ജീവിതം നയിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചട്ടമ്പി സ്വാമികൾ വരുമായിരുന്നു, കുമാരനാശാൻ വരുമായിരുന്നു, ശ്രീനാരായണ ഗുരു വരുമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ആതിഥ്യം അരുളിയിരുന്ന ഒരു വീട് കൂടിയാണ് ഈ സഹോദരൻ്റെ തറവാട്. അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്ന് സഹോദരൻ വിദ്യാഭ്യാസത്തിനായി കോഴിക്കോട് പോകുന്നു. അവിടെ നിന്ന് തിരിച്ചെത്തുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മദ്രാസിലേക്ക് പോകുന്നുണ്ട്. മദ്രാസിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാകാതെ സഹോദരൻ തിരിച്ചു വരുന്നുണ്ട്. അതിനുശേഷം ഗുരുവിനെ കാണാൻ സഹോദരൻ പോകുന്നുണ്ട്. ഗുരു സഹോദരൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹോദരനെ തിരുവനന്തപുരത്തേക്ക് വിദ്യാഭ്യാസത്തിന് വിടുന്ന സമയത്ത് ഗുരു ചോദിക്കുന്നുണ്ട് സഹോദരനോട്, ഇവിടെ നിന്ന് എന്തെങ്കിലും തന്നാൽ സ്വീകരിക്കും? ഇതാണ് ചോദ്യം. കാരണം സ്വന്തം നിലയ്ക്ക് വിദ്യാഭ്യാസത്തിന് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അന്ന് സഹോദരനില്ല എന്ന് ഗുരുവിനറിയാം. അപ്പോൾ അങ്ങനെ ഗുരു ചോദിക്കുകയാണ്, അഭിമാനിയായ സഹോദരനുണ്ട്, ഇവിടെ നിന്ന് എന്തെങ്കിലും തന്നാൽ സ്വീകരിക്കുമോ? അപ്പോൾ സഹോദരൻ പറഞ്ഞു, സ്വീകരിക്കാം. അങ്ങനെ ഗുരു ഒരു കത്താണ് കൊടുക്കുന്നത് സഹോദരന്. ആ കത്തുമായി കുമാരനാശാനെ കാണാൻ പറയുന്നു. സഹോദരൻ കുമാരനാശാനെ കാണാനായിട്ട് പോകുന്നു. കുമാരനാശാൻ്റെ അടുത്ത് ചെല്ലുന്നു. വേറെയും കത്തുകൾ കൊടുക്കുന്നുണ്ട്. ആ കത്തുമായി അദ്ദേഹം ആലമുട്ടിൽ വീട്ടിലേക്ക് പോകുന്നുണ്ട്, കരുനാഗപ്പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൽ നിന്ന് കുമാരനാശാൻ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുത്ത 100 രൂപയാണ്. അന്ന് 100 രൂപ വലിയ തുകയാണ്. അതുമായിട്ടാണ് സഹോദരൻ തൻ്റെ വിദ്യാഭ്യാസം തുടരുന്നത്. നമുക്ക് എല്ലാം ആദരണീയരായ കെ അയ്യപ്പൻ BA എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനായി തൻ്റെ 20കളിൽ തന്നെ അദ്ദേഹം തൻ്റെ നാട്ടിൽ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ സഹോദരൻ്റെ ഈ ജീവിതത്തിൽ ആദ്യം കോളേജ് വിദ്യാഭ്യാസം നേടുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സമയത്ത്, അതിനുശേഷം ഗുരുവിൻ്റെ സഹായത്തോടെ പഠിക്കുന്ന സമയത്ത്, ഇതെല്ലാം തന്നെ സഹോദരൻ ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിന്നിരുന്നത് ശ്രീനാരായണ ഗുരുവുമായിട്ടാണ്. ഗുരുവും ശ്രീനാരായണ ഗുരുവും സഹോദരനും തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ പിതൃപുത്ര വാത്സല്യം അവർക്കിടയിൽ അതുപോലൊരു ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന്, പുത്രനിർവിശേഷമായൊരു വാത്സല്യം സഹോദരനോട് ഗുരു കാണിച്ചിരുന്നു എന്ന് പലരും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആശാനും സഹോദരനുമായിട്ടുള്ള ബന്ധവും ഇതുപോലെയായിരുന്നു. ഇന്ന് ആശാൻ നമ്മളുടെ മുമ്പിൽ മഹാകവിയായി നിൽക്കുമ്പോൾ ആ മഹാകവി എഴുതിയ പല കവിതകളും ആദ്യമായി വായിച്ച് കേട്ടിട്ടുള്ള ഒരാൾ സഹോദരനാണ്. കുമാരനാശാൻ തൻ്റെ കവിതകൾ വായിച്ച് കേൾക്കാനായിട്ട് ഒരാൾക്ക് ചൊല്ലിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അപൂർവമാണ്. കാരണം ആ കവിത വിലയിരുത്തി അതിനെ വിമർശിക്കാൻ ശേഷിയുള്ള ഒരാൾ മാത്രമേ കുമാരനാശാൻ കവിത ചൊല്ലി കേൾപ്പിക്കൂ. അങ്ങനെ കോളേജ് വിദ്യാർത്ഥിയായി തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളുടെ മുമ്പിലാണ് തൻ്റെ പ്രധാനപ്പെട്ട പല കവിതകളും സഹോദരൻ കുമാരനാശാൻ ചൊല്ലി കേൾപ്പിക്കുന്നത്. സഹോദരൻ അത് കേൾക്കുന്നുണ്ട്. മാത്രമല്ല കാവ്യത്തിൽ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന കുമാരനാശാൻ കുറച്ചൊക്കെ തീവ്രമായ ആവേശം തുളുമ്പുന്ന കവിതകൾ എഴുതിയിട്ടുള്ളത് സഹോദരൻ നടത്തിയിട്ടുള്ള സഹോദരൻ മാസികയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം. ഇതെല്ലാം ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അകത്തെ സഹോദരനുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട നായകരായിരുന്ന ശ്രീനാരായണ ഗുരുവിനോടും കുമാരനാശാനോടുമൊക്കെ സഹോദരൻ വെച്ച് പുലർത്തിയിരുന്ന ഒരു വലിയ ബന്ധത്തെപ്പറ്റി നമുക്ക് സൂചിപ്പിക്കാനായിട്ട് ഇത്രയൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് സഹോദരൻ ആരായിരുന്നു എന്നറിയാം. ഒരുപക്ഷെ കുമാരനാശാൻ്റെ വീട്ടിൽ താമസിക്കാനും അവിടെ കുമാരനാശാൻ്റെ സഹധർമ്മിണിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തമാശകൾ പറയാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള ഒരാളായി കൂടെ സഹോദരൻ നമ്മൾ കാണുന്നുണ്ട്. സഹോദരൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വലിയ വീരപുരുഷനായ 6 പാക്ക് മസിലുള്ള ഒരാളായിരുന്നില്ല. വലിയ എന്താ പറയുക, പുരുഷ ലക്ഷണപ്രകാരമുള്ള നല്ല കട്ടിയുള്ള മീശയോ ദാടിയോ എന്നുള്ള ആളായിരുന്നില്ല. സഹോദരൻ ഷേവ് ചെയ്യുന്നത് കാണുമ്പോൾ കുമാരനാശാൻ്റെ ഭാര്യ സഹോദരനോട് പറയായിരുന്നു അത്രേ, അയ്യപ്പനാണ് എന്തിനാണ് ഇങ്ങനെ ഷേവ് ചെയ്യുന്നത്, അതിന് മാത്രമുള്ള മീശയൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ സഹോദരൻ മറുപടി പറയുന്നത്,
വലിയ തമാശക്കാരനാണ്. അദ്ദേഹം തിരിച്ചു പറയുന്ന ഒരു നിങ്ങളെക്കാൾ കൂടുതലുണ്ടെന്നാ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സഹോദരനുണ്ട്. സഹോദരനെ കാണാൻ ജർമ്മനിയിൽ നിന്നൊരു സായിപ്പ് വന്നപ്പോൾ അദ്ദേഹം സഹോദരൻ മാസികയുടെ ഓഫീസിൻ്റെ മുകളിൽ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു കഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അയ്യപ്പൻ മാഷുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ, നമ്മളെപ്പോലെ സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് ഈ സഹോദരൻ എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. കാരണം അദ്ദേഹം ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ കേവലം ആശയങ്ങളായി മാത്രം ഈ സമൂഹത്തിൽ നിലനിൽക്കണം എന്ന തോന്നലല്ല. ആ ആശയം ഈ സമൂഹത്തിൽ പ്രാവർത്തികമാക്കണം. പ്രവർത്തി പദത്തിലെത്തണമെങ്കിൽ അതിന് ഒരു പ്രവർത്തന പദ്ധതി വേണം. ആ പദ്ധതി രൂപീകരിക്കുക എന്നുള്ളതാണ് സഹോദരൻ്റെ ലക്ഷ്യം. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ മുമ്പിൽ ഒരു മഹാഗുരുവായി നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിന് കൈവന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ചരിത്രം ശ്രീനാരായണ ഗുരുവിനൊപ്പമായിരുന്നു എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരുവിന് അന്ന് കിട്ടിയ ശിഷ്യന്മാരുടെ സമ്പത്ത്, മഹാപുരുഷന്മാരായ ശിഷ്യന്മാർ, അത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൈകളായിരുന്നു. അവർ ശ്രീനാരായണ ഗുരുവിൻ്റെ കാലുകളായും പ്രവർത്തിച്ചു, കണ്ണുകളായും പ്രവർത്തിച്ചു. ശ്രീനാരായണ ഗുരുവിന് വേണ്ടി അവർ ഈ കേരളത്തെ പുതുക്കി പണിതു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ പ്രസ്ഥാനത്തിന് വലിയ തോതിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന, ഈ കേരളത്തെ മാറ്റിയ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് വലിയ പങ്ക് ഞങ്ങൾ വഹിച്ചിട്ടുണ്ടെന്ന് ഓരോ തൃശ്ശൂർക്കാരനും അഭിമാനിക്കാൻ സാധിക്കുന്ന ധാരാളം സംഗതികൾ ഇവിടെയുണ്ട്. ഒന്ന്, ബോധാനന്ദ സ്വാമികൾ തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്പോഴത്തെ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് നമ്മുടെ മിതവാദി കൃഷ്ണൻ വരുന്നത്. അപ്പോൾ കൃഷ്ണൻ മിതവാദിയും ബോധാനന്ദ സ്വാമികളും ഒക്കെ പ്രവർത്തിച്ച ഒരു മണ്ണ്. അവർ കേരളം മുഴുവൻ സഞ്ചരിച്ച് കേരളത്തിനെ മുഴുവൻ മാറ്റിമറിച്ചത്. സഹോദരൻ തൊട്ടടുത്ത് നിന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യോഗം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. അതൊരു ജനുവരി മാസത്തിലാണ്. ജനുവരി മാസത്തിൽ യോഗം രൂപീകരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഈ യോഗം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് മെയ് മാസത്തിലാണ്. പക്ഷേ തീരുമാനിച്ച ഉടൻ തന്നെ ഗുരു അവിടെ നിന്ന് ഒരു യാത്ര പുറപ്പെടുന്നുണ്ട്. ഇങ്ങോട്ട് മൂത്തകുന്നത്തേക്കാണ് വരുന്നത്. ഗുരു മൂത്തകുന്നത്ത് വന്ന അവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ്. മൂത്തകുന്നം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇന്നത്തെ കൊടുങ്ങല്ലൂരിൻ്റെ അവസ്ഥ കാണുമ്പോൾ മൂത്തകുന്നത്തിലെ അന്നത്തെ വരെ നമുക്ക് ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ മൂത്തകുന്നത്ത് വന്ന ഗുരുവിനെയാണ് നമ്മുടെ തൃശ്ശൂരിൽ ഈ പെരിങ്ങോട്ടുകരയിലുള്ള കരാട്ടുപറമ്പിൽ കൃഷ്ണൻ, അദ്ദേഹം മൂത്തകുന്നത്ത് വെച്ച് ഗുരുവിനെ കാണുകയും ആശാനും കൂടെയുണ്ട്, അവരോട് പെരിങ്ങോട്ടുകരയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മൂത്തകുന്നം തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ്. തിരുവിതാംകൂറിൽ നിന്ന് ശ്രീനാരായണ ഗുരു SNDP യോഗം രൂപീകരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം അരുവിപ്പുറം ഇവിടെ ശിവഗിരിയിൽ നിന്ന് ഇവിടെ എത്തുന്നു. ഇവിടെ നിന്ന് കൊച്ചിയിലേക്കുള്ള ആദ്യയാത്രയാണ്. കൊച്ചിയുടെ ഭാഗമാണ് അന്ന് നമ്മുടെ പെരിങ്ങോട്ടുകര. അങ്ങനെ പെരിങ്ങോട്ടുകരയിൽ വന്ന് പെരിങ്ങോട്ടുകരയിൽ അവിടെ ഒരു ശ്രീനാരായണ സ്മാരക സമാജം എന്ന് പറയുന്നൊരു സംഘടന ആദ്യത്തെ യാത്രയിൽ തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ യാത്രയിൽ തന്നെ അവിടെ ഒരു സമാജം ഉണ്ടാകുന്നു. അതിനുശേഷം ഗുരു പോകുന്നത് ഈ കരാട്ടുപറമ്പിൽ കൃഷ്ണൻ്റെ തന്നെ ഭാര്യയുടെ വീട്ടിലേക്കാണ്, അടിപ്പറമ്പിലേക്കാണ്. അത് വലപ്പാടാണ്. വലപ്പാടെന്ന് യഥാർത്ഥത്തിൽ മലബാറിൻ്റെ ഭാഗമാണ്. അപ്പോൾ മലബാറിലെ പൊന്നാനി താലൂക്ക് എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ ഈ നിങ്ങളുടെ തൊട്ടടുത്ത് വരെ വന്ന് പൂവത്തുംകടവ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. പൂവത്തുംകടവിൽ അവസാനിക്കുന്നു. ആ പൂവത്തുംകടവിലും ശ്രീനാരായണ പ്രസ്ഥാനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊന്നാനി താലൂക്ക് ഇവിടെ വന്ന് അവസാനിക്കുന്നു. അപ്പോൾ മലബാറിൽ ശ്രീനാരായണ പ്രസ്ഥാനം ആരംഭിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പ്രസ്ഥാനം പെരിങ്ങോട്ടുകരയിൽ ആദ്യമായി ഗുരു വരുന്ന സമയത്ത് തന്നെ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സവർണർക്കെതിരെ നടക്കുന്ന ഒരു വലിയ സമരം എന്നുള്ള നിലയ്ക്കല്ല. അതിൽ നടക്കുന്ന ആദ്യത്തെ സമരം ആന്തരികമാണ്. ഈഴവ സമുദായത്തിനകത്ത്, തീയ സമുദായത്തിനകത്ത് ഒക്കെയുള്ള ആ സമുദായ അംഗങ്ങളിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, അവർ നടത്തുന്ന ഉപജാതിയുടെ പേരിലുള്ള സംഘർഷങ്ങൾക്കെതിരെയാണ് ഇത് ആദ്യമായി നിലപാടെടുക്കുന്നുള്ളതാണ്.
ഇവിടെ ഗുരു പെരിങ്ങോട്ടുകരയിൽ വന്ന് ആദ്യമായി പ്രവർത്തിച്ച പ്രവൃത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ഈ പറയുന്ന അദ്ദേഹത്തിന് ആതിഥേയരായി കൊണ്ടുവന്ന തറവാട്ടുകാരുടെ ഇടയിലുള്ള അന്ന് ദുർദേവത ആരാധനകൾ, കള്ളുവെച്ചുള്ള ആരാധനകൾ, ഇതിനെയൊക്കെ ഗുരു അവസാനിപ്പിക്കുകയും അവരുടെ മറ്റൊരു തരത്തിൽ പരിഷ്കരണത്തിനുള്ള ശ്രമം ആരംഭിക്കുകയും അവിടെ ഒരാശ്രമവും ഒരു ക്ഷേത്രവും പണിയാനുള്ള ആലോചന വയ്ക്കുകയും ചെയ്യുകയാണ്. അന്ന് ആ ശ്രീനാരായണ പ്രസ്ഥാനം അവിടെ ജന്മം കൊണ്ട് പിന്നീട് ഈ തൃശ്ശൂരിലും കൊച്ചിയിലും മലബാറിലും എല്ലാം വ്യാപിക്കുന്നത് നമ്മളുടെ ഈ പ്രദേശത്തു നിന്നാണ് എന്നൊരു ചരിത്രം ഇവിടെ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് സഹോദരനുമായി പിന്നീട് ബന്ധപ്പെടുന്നുണ്ട്. ആ പെരിങ്ങോട്ടുകരയിൽ പിന്നീട് വലപ്പാട്, എടമുട്ടത്ത്, മുല്ലശ്ശേരിയിൽ ഒക്കെ ശ്രീനാരായണ പ്രസ്ഥാനം വ്യാപിക്കുന്ന ഒരു കാലത്ത് അതിലേക്ക് വന്ന യുവാക്കൾ, ആ യുവാക്കളെ പ്രചോദിപ്പിച്ച ഒരു നായകനായിട്ടാണ് സഹോദരൻ കടന്നു വരുന്നത്. 1917 കാലമാകുമ്പോൾ സഹോദരൻ തിരിച്ചു വന്ന് സഹോദരൻ തൻ്റെ നാട്ടിൽ ഒരു പന്തിഭോജനം നടത്തിയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവിടെ പന്തിഭോജനം നടന്നു കഴിഞ്ഞപ്പോൾ സഹോദര സംഘം പന്തിഭോജനം നടത്തുന്നു. ആ മിശ്രഭോജനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ, അതിനു മുമ്പ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ മിഷണറിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജാതിയോ മതമോ എന്നൊക്കെ അത് ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമങ്ങളിൽ ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ചരിത്രം ഉണ്ടാകാം. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സഹോദരൻ ജാതിനാശത്തിൻ്റെ ഒരു വഴിയെന്ന നിലയിൽ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇത്തരത്തിൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നൊരു ആശയം അന്ന് കേരളത്തിൽ പറയുമ്പോൾ അത് ഒരു മനുഷ്യനെ ജീവിതാവസാനം വരെ അദ്ദേഹത്തെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കാനുള്ള ഒരു കാരണമായിരുന്നു, ഒരു വലിയ കുറ്റമായിരുന്നു എന്ന് നമുക്ക് ഇന്ന് ആലോചിച്ചാൽ മനസ്സിലാവില്ല. അങ്ങനെ സഹോദരൻ അവിടെ ചെറായിൽ നടത്തിയ മിശ്രഭോജനം, ഈ മിശ്രഭോജനം നടന്ന് ഏതാനും മാസങ്ങൾക്കകം സഹോദര സംഘത്തിൻ്റെ പേരിൽ സഹോദര സംഘത്തിന് ഒരു ശാഖയുണ്ടാകുന്നത് പെരിങ്ങോട്ടുകരയിലാണ്, തൃശ്ശൂരാണ്. അവിടെ സഹോദര സംഘക്കാർ, സഹോദര സംഘത്തിൻ്റെ ഈ സഹോദരനിൽ നിന്ന് ആശയത്തിൽ പ്രചോദിതരായ ആളുകൾ അവിടെ ഒരു ആളുകളെ വിളിച്ചുകൂട്ടി ഒരു മിശ്രഭോജനം നടത്തുകയാണ് പെരിങ്ങോട്ടുകര. അവിടെ സഹോദര സംഘത്തിന് ഒരു യൂണിറ്റ് ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ സഹോദര സംഘത്തിൻ്റെ ആദ്യത്തെ യൂണിറ്റ് ഇവിടെ നമ്മുടെ നാട്ടിൽ തൃശ്ശൂരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് പെരിങ്ങോട്ടുകരയിൽ നിന്നാണ്. അന്ന് സഹോദരൻ്റെ നാട്ടിൽ അവർ പാചകം ചെയ്ത ഭക്ഷണം അത് പുഴുക്കൊക്കെ പുഴുകി അങ്ങനെയാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ നാളികേര കൊത്തൊക്കെയാണ് കൂടി പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ കൂടി ഇരുന്നാണ് കഴിക്കുന്നത്. അത് കഴിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ഒരു മിശ്രഭോജനം നടത്തുകയും അതിനൊരു മിശ്രഭോജനമായി അവർ പ്രഖ്യാപിക്കുകയും അങ്ങനെ പ്രഖ്യാപിച്ച് സഹോദര സംഘത്തിൻ്റെ ഒരു ശാഖ ആരംഭിക്കുകയും ആ ശാഖയ്ക്ക് ഇവർ സഹോദരനെ എഴുതി അറിയിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ ഒരു ശാഖ, സഹോദര സംഘത്തിൻ്റെ ഒരു ശാഖ തുടങ്ങിയെന്നും ആ ശാഖയുടെ ഭാരവാഹികൾ ഇന്ന ആളുകളൊക്കെയാണ് എന്നും സഹോദരനെ അവർ എഴുതി അറിയിക്കും. സഹോദരൻ മാസികയിൽ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നുണ്ട്. സഹോദരൻ പറയുന്നത്, ഇനി ഈ മിശ്രഭോജന സംഘത്തെ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കില്ല. ഈ മിശ്രഭോജനം കേരളം മുഴുവൻ വ്യാപിക്കുമെന്ന് സഹോദരൻ പറയുകയും അത് പിന്നെ ആലപ്പുഴയിൽ, ചേർത്തലയിൽ, കരപ്പുറത്ത് എല്ലാവിടെയും വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമരമാർഗമായി മിശ്രഭോജനം മാറുകയാണ് പിന്നീട് ചെയ്യുന്നത്. കേരളം ചെറായിൽ തുടങ്ങി ചെറായിൽ അവസാനിക്കുന്ന ഒന്നായിട്ടല്ല, കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒന്നായി മിശ്രഭോജനം എന്ന ആശയം ഇവിടെ കൊണ്ടുവരികയാണ് സഹോദരൻ ചെയ്യുന്നത്. ഈ മിശ്രഭോജനം വലിയൊരു ടൂളായിരുന്നു. ഗുരുവിൻ്റെ ആശയങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിയിൽ കൊണ്ടുവരുന്ന ജാതി നശീകരണം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായ, അതിൻ്റെ പ്രവർത്തിപഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി സഹോദരൻ ഈ മിശ്രഭോജനത്തെ കണ്ടു. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഈ മിശ്രഭോജനം പെരിങ്ങോട്ടുകരയിൽ നടത്തിയ സമയത്തും അവിടെയും വിലക്കുണ്ടായെന്ന് മാത്രമല്ല, ഈ മിശ്രഭോജനത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും അവിടത്തെയും സഭക്കാർ പുറത്താക്കി. അവരെ ഇനി വീടുകളിൽ അടിയന്തരത്തിനോ കല്യാണത്തിനോ കൂട്ടാൻ പാടില്ല എന്ന് തീരുമാനമുണ്ടായി. പിന്നീട് ആ തീരുമാനം മാറുന്നത് മിതവാദി കൃഷ്ണൻ്റെ സഹോദരൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അടിയന്തരത്തിലേക്ക് മിതവാദി ഈ പറയുന്ന പുറത്താക്കിയ ആളുകളെയും പുറത്താക്കപ്പെട്ട ആളുകളെയും ക്ഷണിച്ചു. രണ്ടു കൂട്ടരും മിതവാദിയുടെ വീട്ടിൽ ചെന്നെല്ലുന്ന സമയത്ത് മിതവാദി ഒരു വലിയ മനുഷ്യനാണ്, അദ്ദേഹത്തെ എതിർക്കാനുള്ള ശേഷിയൊന്നും അവിടുത്തെ യാഥാസ്ഥിതികർക്കില്ല. അപ്പോൾ മിതവാദിയുടെ വീട്ടിൽ രണ്ടു കൂട്ടരും വരികയും രണ്ടു കൂട്ടരും ഭക്ഷണം കഴിക്കുകയും ചെയ്തതോടെയാണ് ആ വിലക്ക് അവസാനിച്ചത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കെ.ആർ. അച്യുതൻ
അതിൽ പങ്കെടുത്ത് അന്ന് വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ മിശ്ര ഭോജനക്കാരോടൊപ്പം കൂടിയ ഒരാളാണ് KR അച്യുതൻ. അദ്ദേഹം അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സമുദായങ്ങൾക്കകത്തുള്ള യാഥാസ്ഥിതികത്വവും സമുദായങ്ങൾക്കകത്തുള്ള പുരോഗമനകാരികളുടെ ആയ യുവാക്കളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് യഥാർത്ഥത്തിൽ ഈ സമുദായങ്ങൾക്കകത്തെ പരിഷ്കരണത്തിനെല്ലാം കാരണമായത് എന്നുള്ളതാണ്. അപ്പോൾ യാഥാസ്ഥിതികരുടെ പക്ഷത്ത് ചേർന്ന് യാഥാസ്ഥിതികരോടൊപ്പം പ്രവർത്തിച്ച ധാരാളം ആളുകൾ, പരമേശ്വരന്മാർ, കോടാലിക്കൈകൾ എന്നും ഇത്തരം പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരെ നിന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇത്തരത്തിൽ അതിലെ പുരോഗമനകരമായ സ്റ്റാൻഡ് എടുക്കുന്ന ആളുകൾക്കെതിരെ, അത്തരം നിലപാടെടുക്കുന്ന ആളുകൾക്കെതിരെ ഏറ്റവും അധികം പൊരുതുന്ന ആളുകളെ കാണാം. ഇനി നമുക്ക് കൊടുങ്ങല്ലൂരിലേക്ക് വരാം. കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോഴേക്കും സഹോദരൻ മറ്റൊരു പ്രവർത്തനം തുടങ്ങിയിരുന്നു. സഹോദരൻ ബുദ്ധമതം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾക്കുമെതിരെ ഇവർ രംഗത്ത് വരുന്നുണ്ട്. കേവലം ഇവിടെ നടക്കുന്ന ജന്തുബലിക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുക എന്നതിലുപരിയായിട്ട് ഈ ക്ഷേത്രം തന്നെ ഇവിടെയുള്ള മനുഷ്യരുടെ എല്ലാം ദൈനംദിന വ്യവഹാരത്തിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുന്നൊരു സ്ഥാപനമാകുന്നു. അവരുടെ ദൈനംദിന ജീവിതത്തിലെ അവർക്കെതിരെ നിൽക്കുന്നൊരു സ്ഥാപനമായി ഇത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ സവർണതയുടെ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങൾ അഭിമാനമുള്ള ഒരു ജനതയായി ഇവിടുത്തെ അടിസ്ഥാന ജനതയെ മാറ്റാതിരിക്കുന്നതിൻ്റെ ഊർജ്ജ സ്രോതസ്സുകളായി നിലനിൽക്കുന്ന സമയത്ത് അതിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്കാണ് ഇവർ വരുന്നത്. അത് സഹോദര സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നൂടെ നമുക്ക് മനസ്സിലാക്കും. സഹോദരൻ പിന്നീട് ചെയ്യുന്ന ഈ ശൃംഗവരം റോഡിൻ്റെ കഥ ഞാൻ പറയാട്ടോ. ശൃംഗവരം റോഡുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്കത് പറയാൻ സാധിക്കും. അപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ഭരണിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോഴിവെട്ടും അതിനെതിരെ പ്രതികരിക്കുക. ഇത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗവും ഈ വഴിക്ക് തന്നെ വരുന്നുണ്ട്. സഹോദരൻ പറയുന്ന കാര്യങ്ങളിലേക്ക് പിന്നീട് ഈ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം വരുന്നത് നമുക്ക് കാണാം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ 13ാമത്തെ വാർഷിക യോഗത്തിൽ ഈ ചേർത്തലയിലെ തെറിപ്പാട്ടും പൂരത്തിനോടനുബന്ധിച്ച് നടക്കുന്ന തെറിപ്പാട്ട്, ഇതിപ്പോഴാണ് കോടതി നിരോധിച്ചത്, കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷമാണ്. ചേർത്തലയിൽ തെറിപ്പാട്ടും അതുപോലെ നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ചുള്ള കോഴിവെട്ടും തെറിപ്പാട്ടും നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ അതിന് പോകുന്ന ആളുകളെ തടയുക എന്നുള്ളതാണ്. പോകുന്നതിൽ നല്ലൊരു പങ്കും ആരാണ്? ഈഴവരാണ്, തീയരാണ്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരെ ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രം ആ ക്ഷേത്രത്തിലേക്ക് കടത്തുന്ന ഈ പരിപാടി അവരുടെ ധനം തട്ടിയെടുക്കാനുള്ളൊരു ഏർപ്പാടായിരിക്കണം. അതല്ലാതെ മറ്റൊരു കാരണവും കാണുന്നില്ല എന്ന് സഹോദരൻ പറയുന്നുണ്ട്. അല്ലാതെ അതുവരെ അവർക്ക് ഇപ്പോൾ കിടക്കാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് അവരെ ആ ഒരു ദിവസം മാത്രം കടത്തുന്നതിൻ്റെ സാങ്കത്യം എന്ത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകുന്ന ആളുകൾ അവരെ ഭരണി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന് C. കേശവൻ്റെ ജീവിത സമരത്തിലൊരു ഉദാഹരണമുണ്ട്. C. കേശവനൊക്കെ അവിടെ നിന്ന് തിരുവിതാംകൂറിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പങ്കെടുക്കാൻ വള്ളത്തിൽ വരുന്നുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് അച്ഛനൊപ്പം വരുന്നത്. അദ്ദേഹം ജീവിത സമരത്തിൽ രസകരമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി C. കേശവൻ പിന്നീട് തിരുക്കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരുന്ന തീർന്ന C. കേശവൻ ഗുരുവിൻ്റെ ശിഷ്യനായി മാറിയ C. കേശവൻ. ആ C. കേശവൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഭരണിക്ക് വരുന്ന അനുഭവം അദ്ദേഹം പറയുന്നത്, ഭരണിക്ക് അച്ഛനോടൊപ്പം അച്ഛൻ്റെ കൂട്ടുകാരോടൊപ്പം വള്ളത്തിൽ കയറി വളരെ ആഘോഷപൂർവ്വം വരുന്നത്, നല്ല പാട്ടുകൾ നല്ല താളത്തിൽ ആ സമയത്ത് പാടുന്നുണ്ട്. ആ പാട്ട് ഈ കുട്ടിയുമേറ്റ് പാടുന്നുണ്ട്. അങ്ങനെ പാടി ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഭരണി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും കുട്ടിക്ക് ആ പാട്ട് ഹൃദിസ്ഥമായി. അതിൻ്റെ താളം കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വീട്ടിൽ ചെന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ നാവിൽ നിന്ന് ആ പാട്ട് പോകുന്നില്ല. ആ കുട്ടി വീട്ടിലിരുന്ന് ആ പാട്ട് പാടുകയാണ്. ആ സമയത്ത് അച്ഛൻ എണീറ്റ് വന്ന് ഈ കുട്ടി അടിക്കുകയാണ്. കുട്ടിക്ക് മനസ്സിലായില്ല, ഞാനും അച്ഛനും കൂടെ ഒരുമിച്ചാണ് അങ്ങോട്ട് പോയി പാട്ട് പാടിയത്. അന്ന് എല്ലാവരും കൂടെ കൈയടിച്ച് ആസ്വദിച്ച് പാടിപ്പോയ പാട്ട് വീടിനകത്ത് പാടിയപ്പോൾ എന്തിനാണ് എന്നെ തല്ലുന്നത് എന്ന് കുട്ടി അന്ന് അത്ഭുതപ്പെട്ടു. കാരണം കുട്ടിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അച്ഛനും അമ്മയും മക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ചേർന്ന് തെറിപ്പാട്ട് പാടുന്ന ഒരു പ്രാകൃതമായ ഒരു ആചാരം, ആ ആചാരത്തിൽ പോകുന്ന ആളുകളെ പിന്തിരിപ്പിക്കുക. അവരുടെ ഒരു വർഷത്തെ അധ്വാനത്തിൽ നിന്നും മിച്ചം പിടിച്ച പണം അവിടെ കൊണ്ട് ഇടുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക. സർവോപരി സഹോദരൻ പറയുന്നൊരു മറ്റൊരു കാര്യമുണ്ട്. അവിടെ പോയി ചെയ്യുന്ന പ്രവൃത്തി എന്താ? സഹോദരൻ്റെ കവിതയായി തന്നെ എഴുതിയിട്ടുണ്ട്. ഭരണിക്ക് പോകല സഹോദരൻ എന്നൊരു കവിതയുണ്ട് സഹോദരൻ്റെ. അതിൽ സഹോദരൻ പറയുന്നത് ഭിക്ഷുണിമാരെ തെറി പറഞ്ഞു.
യഥാർത്ഥത്തിൽ ഈ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഇതൊരു ബൗദ്ധ കേന്ദ്രമായിരുന്നു എന്നും അവിടെയുള്ള ഭിക്ഷുണിമാരെ തെരുവറഞ്ഞ് ഓടിപ്പിച്ചതിൻ്റെ ഒരു ആചാരവും അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന ആഘോഷവുമാണ് ഇത് എന്ന് സഹോദരൻ ആ കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ ആ കവിതയിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഈ പരിപാടി നിർത്തലാക്കണമെന്ന് കൊച്ചി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. ചേർത്തലയിലെ പൂരപ്പാട്ട് നിർത്തലാക്കണമെന്ന് അവിടെ തിരുവിതാംകൂർ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ ആളുകളെ പ്രാകൃതമായ ആചാരങ്ങൾ തടച്ചിടുക എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു തന്ത്രമാണ്. അതിനുശേഷം പറയുക, ഇത്തരത്തിൽ പ്രാകൃതമായ ആചാരങ്ങൾ ചെയ്യുന്ന ആളായതുകൊണ്ട്, ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് നിങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ മാറ്റി നിർത്തുന്നു. നല്ല വസ്ത്രം ധരിക്കാൻ അനുവദിക്കാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം പറയുക, നിങ്ങൾ നല്ല വസ്ത്രമില്ലാത്തതുകൊണ്ട്, നിങ്ങൾ ശുചിയായി നടക്കാത്തതുകൊണ്ട് നിങ്ങൾ അയിത്തക്കാരാണ് എന്ന് പറയുക. വിദ്യാഭ്യാസം ചെയ്യാൻ ഒരു വിഭാഗത്തിന് അനുവദിക്കാതിരിക്കുക. അതിനുശേഷം പറയുക, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലാത്തവരായതുകൊണ്ട് നിങ്ങൾ അശുദ്ധരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക. ഇതൊരു തന്ത്രമാണ്. ഈ തന്ത്രത്തിൻ്റെയൊക്കെ ഭാഗമാണ് ഇത്തരത്തിൽ പല നാടുകളിലും നിലനിന്നിരുന്ന പ്രാദേശികമായ അവരുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള ആചാരങ്ങൾ. ഇന്നിപ്പോൾ ഉത്തരാധുനികരൊക്കെ പറയും ഈ ഫോക്ലോർ പഠനത്തിൻ്റെയൊക്കെ ഭാഗമായി ഇതിനെ മറ്റൊരു തരത്തിൽ കാണുന്ന ആളുകളുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യനൊരു മ്യൂസിയം പീസാക്കി നിലനിർത്തുക എന്നുള്ളതല്ല. മനുഷ്യനൊരു മ്യൂസിയം പീസാക്കി നിലനിർത്തുക എന്നുള്ള ലോകത്തിൻ്റെ മാനവരാശി പുരോഗതിയിലേക്ക് പോകുന്ന സമയത്ത് ആ പുരോഗതിക്കൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് മനുഷ്യർ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് സമൂഹം, അങ്ങനെ തന്നെയാണ് സമൂഹം മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ നിങ്ങളുടെ പഠന വിഷയമായി ചില ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കണം എന്ന് പറയുന്നത്, ഈ കർഷക പ്രവൃത്തി, ഈ കൃഷി വൃത്തി പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന ആളുകൾ അതിൽ തന്നെ ജീവിക്കണമെന്ന് പറയുന്നത് മഹാത്മാഗാന്ധി തോട്ടികളെ കണ്ടൊരു കാഴ്ചയാണ്. അത്തരത്തിലൊരു കാഴ്ചയിലേക്ക് അതിന് മറ്റൊരു വിമർശനമുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി പിന്നീട് പറയുകയുണ്ട്, ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിഖ്യാതമായ പ്രസംഗത്തിൽ അദ്ദേഹം മുൻപ് സൂചിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട്. ആ പുസ്തകം ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. അദ്ദേഹം പറയുന്നുണ്ട്, ഈ തോട്ടികൾ ഈ പണി ചെയ്യുന്ന സമയത്ത് അവർ ആത്മീയമായ അവാച്യമായ ഒരു അനുഭൂതി അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഈ ആത്മാനുഭൂതി നമുക്ക് വേണ്ട. ഈ എന്ത് അനുഭൂതിയാണിത്? അപ്പോൾ ഇത്തരത്തിൽ ചില ആളുകൾ അവരുടെ തനിമയിൽ നിലനിൽക്കട്ടെ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അവർ പ്രാകൃതരായിട്ട് ജീവിക്കട്ടെ എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് ചില ആളുകൾ, ആദിവാസികൾ, അവരുടെ പഴയ നമുക്കെല്ലാം ഒരു നിർമ്മലമായ ഒരു പ്രകൃതിയുടെ അന്തരീക്ഷത്തിൽ അവരങ്ങനെ കളങ്കമില്ലാതെ അവർ ജീവിക്കട്ടെ എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം കളങ്കത്തോടുകൂടി ജീവിക്കാം, കുഴപ്പമില്ല. അപ്പോൾ അതൊന്നല്ല. അപ്പോൾ മനുഷ്യർ പുതിയൊരു കാലത്തിലേക്കും പുതിയ അറിവിൻ്റെ ലോകത്തേക്കുമൊക്കെ അവർ കടന്നു വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മദ്യം വെച്ചിട്ടുള്ള അവരുടെ ആരാധനകൾ, ഇത്തരത്തിലുള്ള കോഴിവെട്ടുകൾ, അവർ മോശക്കാരാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്ന എല്ലാ തരത്തിൽ നിന്നും ഉള്ള ആചാരങ്ങളിൽ നിന്നും അവരെ വിടുതൽ ചെയ്യിക്കുക എന്നുള്ളതൊരു പ്രവർത്തനമാണ്. അത് ഒരു ബ്രാഹ്മണിസത്തിൻ്റെ അനുകരണമല്ല, ബ്രാഹ്മണിസത്തിനെ അനുകരിക്കുക എന്നുള്ളതല്ല. മറിച്ച് അത് ഈ ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും.